തൃശൂർ ഗ്രീൻ ഫ്രെയിം ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ CITU നടത്തുന്ന സമരം 25 ദിവസം പിന്നിട്ടു. സമരം തൊഴിലാളികൾക്ക് ബോണസ് നിഷേധിക്കുന്ന മാനേജ്മെന്റ് നടപടിക്കെതിരെ. തിരുവനന്തപുരത്ത് ബൈക്കിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. താന്നിമൂട് തോപ്പുവിള സ്വദേശി ജെ വാസന്തിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണം. തൃശൂരിൽ കാപ്പ കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കയ്പമംഗലം സ്വദേശി വൈഷ്ണവ്. മൂർക്കനാട് ഇരട്ടക്കൊലപാതകമടക്കം കേസുകളിലെ പ്രതിയാണ് വൈഷ്ണവ്. ആലപ്പുഴയിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഇർഫാൻ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ചെന്നിത്തല സ്വദേശിയായ പെൺകുട്ടിയെ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തൃശൂരിൽ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പെരിഞ്ഞണം ലയൺസ് ക്ലബ്ബ് പൊതുജനങ്ങൾക്കായി സൗജന്യ പ്രമേഹ ബ്ലഡ് പ്രഷർ പരിശോധന നടത്തി. പെരിഞ്ഞണം വടക്കേ ബസ് സ്റ്റോപ്പിൽ സംഘടിപ്പിച്ച ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്ക്. വിദ്യാർത്ഥിയടക്കം 5ഓളം പേർക്കാണ് കുത്തേറ്റത്. ശിശുദിനത്തിൽ വ്യത്യസ്തമായ ആഘോഷവുമായി പത്തനംതിട്ട MGM ഹയർ സെക്കൻഡറി സ്കൂൾ. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തത് പുസ്തകങ്ങളും കളർ പെൻസിലുകളും. തൃശൂർ പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിൽ ചൈതന്യ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി. വാർഡ് മെമ്പർ വാസന്തി സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് മെമ്പർ സുമിത ദിലീപ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എടത്തുരുത്തി സൗത്ത് SNV LP സ്കൂളിൽ കുട്ടികളുടെ പുതിയ പാർക്കും ടോയ്ലറ്റ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ പദ്ധതി പ്രകാരം അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിച്ചത്.